വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ജഗദ്ഗുരുവായ ഭഗവാൻ ശ്രീകൃഷ്ണന് നമസ്കാരം. ഭഗവാൻ കർമ്മയോഗ ഉപദേശത്തിലൂടെ നമുക്ക് നാം ചെയ്യുന്ന കർമ്മങ്ങളെ തന്നെ ഭഗവത് പൂജയായി സമർപ്പിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് തന്നത്. കർമ്മങ്ങളാണ് ഭഗവാനിൽ എത്തിച്ചേരാനുള്ള മാർഗങ്ങൾ എന്നറിഞ്ഞ് മനോബുദ്ധികളെ ഭഗവാനിൽ ഉറപ്പിച്ച് കർമ്മം ചെയ്യുന്നവനാണ് കർമ്മയോഗി. കർമ്മയോഗ മാർഗത്തിലൂടെ ബുദ്ധി അചഞ്ചലമായി ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്നവൻ സ്ഥിതപ്രജ്ഞൻ എന്ന് അറിയപ്പെടുന്നു. അവൻ ജീവിതത്തിൽ നന്മതിന്മകൾ, സുഖദുഃഖങ്ങൾ എന്നുള്ള വികാരങ്ങളോ വ്യത്യാസങ്ങളോ ഇല്ലാതെ ഈശ്വരാർപ്പണമായി കർമ്മങ്ങൾ ചെയ്യും തോറും അവന് ഇന്ദ്രിയങ്ങളെ ലൗകിക വിഷയങ്ങളിൽ നിന്ന് പിൻവലിച്ച് ഭഗവാനിൽ അടുപ്പിക്കാൻ സാധിക്കും. ഇവിടെ ഭഗവാൻ ആമയെ ഉദാഹരണമായി പറഞ്ഞിരിക്കുകയാണ്. യഥാ സംഹരതേ ചായം കൂർമോങ്കാനീവ സർവശഃ ഇന്ദ്രിയാണി ഇന്ദ്രിയാർത്ഥേഭ്യഃ തസ്യ പ്രജ്ഞാ പ്രതിഷ്ഠിത. ആമ എങ്ങനെയാണോ ആവശ്യത്തിന് മാത്രം അവയവങ്ങളെ പുറത്തെടുക്കും പോലെ ജ്ഞാനിക്ക് ഇന്ദ്രിയങ്ങളെ വിഷയസുഖങ്ങളിൽ നിന്ന് നിയന്ത്രിച്ച് പിൻവലിക്കാൻ സാധിക്കും. ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിക്കാൻ കഴിവുള്ളവൻ്റെ ബുദ്ധി ഭഗവാനിൽ, അതായത് ആത്മചൈതന്യത്തിൽ ഉറയ്ക്കുന്നു. അവനാണ് ജ്ഞാനി. അവന് പുറം ലോകത്ത് കാണുന്നതെല്ലാം തന്നെ ഈശ്വരൻ്റെ രൂപങ്ങളും ഭാവങ്ങളുമായി തോന്നിത്തുടങ്ങും. അതിന് യാതൊന്നു കാൺമതതു നാരായണ പ്രതിമ, യാതൊന്നു കേൾപ്പതതു നാരായണ ശ്രുതികൾ എന്നുള്ള ഭാവം അവനിൽ നിറയും. ഭഗവാനിൽ നിന്ന് മാത്രമേ നിത്യമായ ആനന്ദം ലഭിക്കൂ എന്ന് മനസ്സിലാക്കിയ ജ്ഞാനി സമുദ്രം പോലെയാണ് എന്ന് വേദവ്യാസമുനി പറയുകയാണ്. എത്ര നദികൾ വന്നു ചേർന്നാലും സമുദ്രം കര കവിയാതെ എല്ലാം ഉൾക്കൊള്ളുന്നത് പോലെ എത്ര ആഗ്രഹങ്ങൾ മനസ്സിൽ വന്ന് കയറിയാലും ജ്ഞാനി അക്ഷോഭ്യനായി ശാന്തനായി നിലകൊള്ളുന്നു. അതിനെയാണ് ആപൂര്യമാണമചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വത് തദ്വത് കാമായം പ്രവിശന്തി സർവേ സശാന്തിമാപ്നോദീന കാമകാമീ. ഇങ്ങനെ ആഗ്രഹങ്ങളെല്ലാം മാറി അഹന്തയും മമതയും പൂർണ്ണമായി ഇല്ലാതെയായി ജ്ഞാനി ജീവാത്മാവിൽ അല്ലെങ്കിൽ ഭഗവാനിൽ ആനന്ദം അനുഭവിക്കാൻ തുടങ്ങുന്നു. ഇങ്ങനെയുള്ള ജ്ഞാനിയെയാണ് ബ്രഹ്മനിഷ്ഠൻ എന്ന് പറയുന്നത്. നമുക്ക് ഭഗവാനിൽ നിന്ന് കർമ്മയോഗ ഉപദേശം പൂർണ്ണമായി മനസ്സിലാക്കിയതിൽ വളരെ വ്യക്തമായി നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആദ്യം മുതൽ തന്നെ നമ്മളെല്ലാം ഭഗവാനെ നമസ്കരിച്ചും ഭഗവാനെ പ്രാർത്ഥിച്ചും ഓരോ നല്ല കാര്യങ്ങൾക്ക് മുമ്പേ വിഘ്നവിനായകനെ പ്രാർത്ഥിച്ചും എല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മൾ കാര്യങ്ങളെ കൊണ്ടുപോകുന്നത്. നമ്മുടെ കുട്ടികളെയും ഭഗവത് പ്രാർത്ഥനയോടുകൂടി കാര്യങ്ങൾ ചെയ്യാനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ കർമ്മയോഗ മാർഗത്തിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നിപ്പോൾ നമുക്ക് നന്നായി മനസ്സിലായി. ഇനി ഭഗവാനിൽ നിന്ന് കർമ്മയോഗ മാർഗങ്ങളും അതിലൂടെ നമ്മുടെ മനസ്സിനെ എങ്ങനെ മനോബുദ്ധികളെ ഭഗവാനിലെത്തിക്കാം എന്ന് മനസ്സിലാക്കിയ നമുക്ക് കൂടുതൽ ഭഗവാനെ ആശ്രയിച്ചും ഭഗവാനിൽ അർപ്പിച്ചും നമ്മുടെ കർമ്മങ്ങളെ ചെയ്ത് കൂടുതൽ ഭഗവാനിലോട്ട് അടുക്കാനും മാനസികമായി ഉയരാനും ശ്രമിക്കാം. നമുക്ക് ഭഗവാൻ അതിനനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.
നാരായണ അഖില ഗുരു ഭഗവൻ നമസ്തേ.